തൃണമൂൽ കോൺഗ്രസിൽ അൻവറിസം നടക്കില്ലേ? സംസ്ഥാന കൺവീനറായ പി.വി. അൻവറിനെതിരെ തുറന്നടിച്ച് ടി.എം.സി സംസ്ഥാന ഘടകത്തിലെ ഒരു വിഭാഗം രംഗത്ത് വരുമ്പോൾ നിലമ്പൂരിലെ മുൻ എം.എൽ.എ പ്രതിസന്ധിയിലാവുകയാണ്. തൃണമൂൽ കോൺഗ്രസ് അൻവറിന്റെ തറവാട്ട് സ്വത്തല്ലെന്ന് ടി.എം.സി കേരള ഘടകത്തിന്റെ മുൻ പ്രസിഡന്റ് സി.ജി. ഉണ്ണി തുറന്നടിച്ചു. പി.വി. അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് സംസ്ഥാന വിഭാഗം രംഗത്തെത്തിയത്. തൃണമൂൽ കോൺഗ്രസിനെ അൻവർ സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നും ഏകപക്ഷീയമായി ഇഷ്ടക്കാരെ വെച്ച് യോഗങ്ങൾ വിളിക്കുകയാണെന്നും സി.ജി. ഉണ്ണി പറഞ്ഞു. ഇതോടെ ടി.എം.സി ബംഗാൾ നേതൃത്വത്തിന്റെ പിന്തുണ ആർക്കൊപ്പം എന്നത് നിർണായകമായി. വരും ദിവസങ്ങളിൽ ഇത് വ്യക്തമാകും. അതിരൂക്ഷ വിമർശനമാണ് അൻവറിനെതിരെ സി.ജി. ഉണ്ണി നടത്തുന്നത്. ടി.എം.സി സംസ്ഥാന കോർഡിനേറ്ററായി പി.വി. അൻവറിനെ നിയമിച്ചതിന് പിന്നാലെ കേരള ഘടകത്തിൽ അസ്വാരസ്യം പുറത്തു വന്നിരുന്നു. ദേശീയ കമ്മിറ്റി പുതിയ കോർഡിനേറ്ററെ നിയോഗിച്ചാൽ അദ്ദേഹം മുൻകൈയെടുത്ത് നിലവിലെ കമ്മിറ്റികളെല്ലാം മാറി പുതിയ കമ്മിറ്റികൾ നിലവിൽ വരണമെന്നതാണ് ചട്ടം. ഇതിന്റെ ഭാഗമായി 8 ജില്ലാ കമ്മിറ്റികൾ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ 12-ന് അൻവർ സംസ്ഥാന കോർഡിനേറ്ററായി ചുമതലയേറ്റതു മുതൽ പാർട്ടിയുടെ നയങ്ങൾക്ക് വിപരീതമായി ഏകാധിപത്യ സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പിരിച്ചുവിട്ട അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹികളുടെ ആരോപണം. 2009 മുതൽ പാർട്ടിയെ വളർത്താനായി പ്രവർത്തിക്കുന്ന നേതാക്കളെ പോലും പരിഗണിക്കുന്നില്ല. കമ്മിറ്റികളിൽ അൻവറിന് ഇഷ്ടമുള്ളവരെ മാത്രം തിരികെ കയറ്റാനുള്ള നീക്കവും നടത്തുന്നുവെന്നാണ് ആക്ഷേപം. നിലവിലുള്ളവരെയും DMK-യിൽ കൂടെ നിന്നവരെയും ഒരുമിച്ചിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തീരുമാനമെടുക്കേണ്ടതിന് പകരം അൻവറിന്റെ താൽപര്യങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുൻ ഭാരവാഹികൾ ആക്ഷേപിക്കുന്നു. അൻവർ താൽക്കാലിക ഇടത്താവളമായാണ് പാർട്ടിയെ കാണുന്നതെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ടി.എം.സി മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറയാനും UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കാനും അൻവറിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അൻവറിനെതിരെ രംഗത്തെത്തിയ മുൻ അഡ്ഹോക് കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് സി.ജി. ഉണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജിനോ ജോസ്, വൈസ് പ്രസിഡന്റ് ഹംസ നെടുക്കുടി, സെക്രട്ടറി സുരേഷ് ബാബു തിരുവനന്തപുരം എന്നിവർ സംസാരിക്കുന്നു. സി.ജി. ഉണ്ണി പരസ്യമായ പ്രതികരണം നടത്തുന്നതും അൻവറിന്റെ ഏകാധിപത്യ നടപടിക്കെതിരെയാണ്. ഇതിൽ ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജി എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഇല്ലാ കഥകൾ പറഞ്ഞ് ആളാവാനാണ് അൻവറിന്റെ ശ്രമമെന്നാണ് സി.ജി. ഉണ്ണിയുടെ ആക്ഷേപം. സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ അൻവറിന് ആരും അധികാരം കൊടുത്തിട്ടില്ല. അൻവറിന് നൽകിയ കൺവീനർ പോസ്റ്റ് താൽക്കാലികം മാത്രമാണ്. അൻവറിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുമെന്നും സി.ജി. ഉണ്ണി പറഞ്ഞു. മുൻകാല ചെയ്തികളിൽ നടപടിയുണ്ടാകുമ്പോൾ അത് മുസ്ലിം വികാരമുണർത്താൻ വേണ്ടിയാണ് അൻവറിന്റെ ശ്രമം. മുസ്ലിമിനെതിരായ പീഡനമായിട്ടാണ് അൻവർ അതിനെ ചിത്രീകരിക്കുന്നത്. ഒരു മതേതര പ്രസ്ഥാനമായ തൃണമൂൽ കോൺഗ്രസിൽ ജാതി സ്പിരിറ്റോടെ കയറിവന്ന് ആ ജാതിയെ മാത്രം ഫോക്കസ് ചെയ്ത് അവരുടെ മൊത്ത കച്ചവടം അൻവറിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇതാണ് ഉണ്ണിയുടെ വിമർശനം. അതായത് അൻവറിനെതിരെ വർഗീയ ഇടപെടലിനാണ് ആരോപണം ഉയരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അൻവറിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അൻവറിന്റെ ഇത്തരം കഥകൾ ടി.എം.സിയിൽ നടക്കില്ല. MLA സ്ഥാനം രാജിവെച്ചപ്പോൾ നൽകിയ താൽക്കാലിക പോസ്റ്റ് മാത്രമാണ് കൺവീനർ സ്ഥാനമെന്നും ടി.എം.സി അൻവറിന്റെ തറവാട്ട് സ്വത്തല്ലെന്നും അത് അൻവർ മനസ്സിലാക്കണമെന്നും സി.ജി. ഉണ്ണി പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് പി.വി. അൻവർ UDF നേതാക്കൾക്ക് കത്തയച്ചിരുന്നു. 10 പേജുള്ള കത്താണ് UDF നേതൃത്വത്തിന് അൻവർ കൈമാറിയത്.